ഭാഗ്യം നമ്മളതൊന്നും ചെയ്യാതിരുന്നു. മനസ്സിലായി അതിന് നമ്മൾ പാവങ്ങളാണെന്ന്. എന്തുറ്റാ? ഓ ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. അതും മൊബൈലിൽ, അതും ഭയങ്കര അൾട്രാ ഷെയ്ഡേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് കളിക്കാൻ പോണത്. നിങ്ങൾക്കത് കയറിയപ്പോൾ കാണാം, നല്ല രസമായിട്ടുള്ള ഷെയ്ഡേഴ്സാണ് നിങ്ങൾ കാണാൻ. മേഘങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. വെള്ളമൊക്കെ കാണാൻ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷെയ്ഡേഴ്സിൻ്റെ ഒപ്പം ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ മോഡ് കളിക്കാൻ പോണു, നൈറ്റ് ഡ്വെല്ലറിൻ്റെ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക, സ്കിപ്പ് ചെയ്യാതെ. നല്ല രസമായിട്ടുള്ള വീഡിയോ ആവാനാണ് ഇന്ന് പോണത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള പോലെ നമുക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. ആദ്യം വുഡ് കളക്ട് ചെയ്യാം. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് വല്ല ഹൊറർ മോഡ് നമുക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് ഇട്ടോണ്ടിട്ടാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെങ്കിലും ഇട്ടോ, ഞാൻ എന്തെങ്കിലും കളിക്കും. നിങ്ങളത് ഓർത്ത് പേടിക്കണ്ട, കളിക്കാൻ പറ്റില്ല എന്ന്. നിങ്ങൾ ഏതാണെങ്കിലും ഇട്ടോ, ഞാൻ കളിക്കാം. ഓക്കെ, നമുക്ക് ടൂൾസ് റെഡിയാക്കാം. ഗൈസ്, ഇതെനിക്ക് മാത്രമാണ് ഞാൻ എപ്പോഴും ഈ ശബ്ദം കേട്ടെ. ശരിക്കും നടന്നതാണോ? ഇത് വിശ്വാസമൊന്നുമില്ല, ഞാൻ ശരിക്കുള്ള ശബ്ദമാണ് കേട്ടോന്ന്. ഓ, എനിക്കിപ്പോൾ അവിടെ നിൽക്കാൻ പേടിയാവണം. ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ എടുത്തുകൊണ്ട് നമുക്ക് സ്റ്റോൺ ടൂൾസ് കളിക്കാൻ പോകാം. യാർഡ് ഹീറോ പറയുന്നത്. ഓ, ഇത് പറയുന്നത് അതല്ലാതെ നമ്മളെ സഹായിക്കാൻ നോക്കണം. ഓക്കെ, സ്റ്റോൺ നമ്മൾക്ക് സ്റ്റോൺ പിക്കാക്സ് എടുക്കാം. എന്നിട്ട് ഇവിടെ കുറച്ച് സ്റ്റോൺ എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ടൂൾസൊക്കെ റെഡി ചെയ്യുന്നുണ്ട്. സ്റ്റോൺ ടൂൾസ് എല്ലാം റെഡി ഉണ്ട്. നമ്മൾക്ക് ഇവിടെ കൊല്ലേണ്ടി വരും. കൊല്ലാൻ ആഗ്രഹമില്ല, എന്നാലും നമുക്ക് വേറെ വഴിയില്ല. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ വെറുതെ വിടാം, ഒന്നും ചെയ്യണ്ട. അതല്ല നമ്മൾ ആ ഷീറ്റ് കൊല്ലില്ല, പാവാന്ന് വിചാരിച്ചില്ല, അങ്ങനെ വെറുതെ വിട്ടു. ഓക്കെ, നമുക്ക് കുറച്ച് ഫുഡ് കളക്ട് തൽക്കാലത്തേക്ക് നമുക്ക് വീടുണ്ടാക്കാൻ ആവശ്യം വരും. പിന്നെ നമ്മൾ രാത്രി ആവുമ്പോൾ കട വീടുണ്ടാക്കി വരും. അല്ലെങ്കിൽ മൊബൈൽ സ്പോണായി പിന്നെ തുടങ്ങും പ്രശ്നം. പ്രത്യേകിച്ച് നൈറ്റ് ഡോളർ. എൻ്റെ FPS ഭയങ്കര ലാഭം. ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് പേടിയാണ്. ഇന്ന് നമ്മൾക്ക് രാത്രി എന്താ സർവൈവ് ചെയ്യാൻ ഏറ്റി നമ്മൾ വല്ല ഐലൻഡിലാണോ? നമ്മൾ ഐലൻഡിലാണോ? അല്ല ഗൈസ്, അല്ല നമ്മൾക്ക് അവിടെ സ്ഥലം കഴിഞ്ഞു.
എൻ്റെ ബാക്കിൽ ആരും ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയം. എന്തോ ഓവർവേൾഡ്. ഇത് ഓവർവേൾഡ് അല്ല, ഇത് പ്ലെയിൻസ് അല്ലത്. ഇത് പ്ലെയിൻസ് ആണ് തെറ്റ്. അതല്ല, അപ്പോഴത്തേക്കും നമ്മൾക്ക് ഇനി ഇവിടെ വീടുണ്ടാക്കേണ്ടിരുന്ന തോന്നാം. രാത്രി ആവാറേ. നമുക്ക് ഒന്ന് കുറച്ചുകൂടി വേഗം സ്ഥലം നോക്കാം. ഇത് കുറച്ചുകൂടി ഒന്ന് കളക്ട് ചെയ്യണം. ഇനി നമ്മൾക്ക് നല്ലൊരു സ്ഥലം നോക്കണത് വീടുണ്ടാക്കാനായിട്ട്. അവിടെ ലാവയുണ്ട്, നമ്മൾക്ക് ഇവിടെ ഉണ്ടാക്കാം. അവിടെ ഒരു കേവും ലാവയുണ്ട്. അപ്പം നമ്മൾക്ക് പോർട്ടൽ ഉണ്ടാക്കാനും പറ്റും. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു നല്ല എന്താ സൈറ്റാണ്, നല്ല ഭംഗി കാണാൻ. എന്താ സാധനം? ഇപ്പൊ എന്താ ഉണ്ടായ? ഭാഗ്യം നമ്മളതൊന്നും ചെയ്യാതിരുന്നു. മനസ്സിലായി അതിന് നമ്മൾ പാവങ്ങളാണ്. എന്തുറ്റാ? ഓ ഗൈസ്, എൻ്റെ ദൈവമേ, അതവിടെ ഉണ്ട്. എനിക്ക് കാണാൻ ഇവിടുന്ന് ശരിക്കും അടച്ചിട്ടില്ല. ഇവിടെ ശരിക്കും അടക്കട്ടെ കേട്ടോ. പേടിയാണ്. ഓ അത് ശരിക്കും ഭയങ്കര ഇതായി. ഓക്കെ, ഇവിടെ കേവുണ്ട്. ഇവിടെ കേവുണ്ട്. ഇത്ര വലിയ കേവാണെന്ന് നോക്കിയിട്ടില്ല. കേവ് തന്നെയാണോ? അയ്യോ, എനിക്ക് പോകാൻ പേടിയാണു. ഷോ, ഞാൻ പോലും വിചാരിച്ചില്ല. ഞാൻ മറ്റേ വൺകൂവാച്ചസാന്ന് വിചാരിച്ച നേരത്തെ ആ കുഴിയിൽ വീണത്. പിന്നെ മനസ്സിലായി ഇത് നമ്മുടെ വൺകൂവാച്ചസ് അല്ലാന്ന്. പക്ഷെ അത് ഏതായിരുന്നു ആ മൊബൈൽ? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആഗ്രഹമില്ല. അയ്യോ, എനിക്ക് മനസ്സിലാവാൻ ആഗ്രഹമില്ല. മനസ്സിലാവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. പിന്നെ പണി തീർന്നു. എൻ്റെ ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. അപ്പം എന്തായാലും നമ്മൾക്ക് ഈ നൈറ്റ് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് ഉറപ്പിച്ചോ? അപ്പം ഇറങ്ങിയാൽ നമ്മൾ തീരും അതോടെ. ഓ, നൈറ്റ് ഡ്വല്ലറിൻ്റെ ശബ്ദങ്ങൾ കണ്ടു. ഓ ഗൈസ്, അങ്ങനെ ഒച്ച മാറി. ഓ 2 മിനിറ്റ് മുഴുവൻ ഇതിൻ്റെ ഒച്ചയായിരുന്നു. ഞാൻ അയം കണ്ടുപിടിച്ചു. ഇവിടെ ഈ ഭാഗം ലെയർ മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതുപോലും പറയാൻ സമയം കിട്ടിയില്ലേ ഇതിൻ്റെ ഒച്ച കാരണം. അപ്പോൾ നമ്മൾക്ക് ഇപ്പം പോയതാണെന്ന് ഓർത്തു. പോയതിന് നല്ല കേട്ടാൻ ഓർത്തു. ഓ, ഇവിടെ ഉണ്ട്. നമുക്കിവിടെ ആയുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇത്ര വീഡിയോ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വെറും തുടക്കമായിട്ടുള്ളൂ. ഇനി ശരിക്കുള്ള എപ്പിസോഡുകൾ ഞാൻ ഇതിൻ്റെ ഇട്ടുകൊണ്ടിരിക്കും. ഇനി ഇത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നല്ല പൊളി മോഡാണെന്ന്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നാൽ ശരി, അടുത്ത വീഡിയോ പിന്നെ കാണാം. സൈനിങ് ഓഫ്, സിൽഫൺ.